CPI പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. CPI ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഭൂപീന്ദർ സാംബർ പാർട്ടി പതാക ഉയർത്തി. മോദി സർക്കാർ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് ഡി രാജ പറഞ്ഞു. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെ തരത്തിലുള്ള ഈ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായി, അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡി രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്? ശരത്ത് 11 മണിയോട് കൂടിയായിരുന്നു പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ആരംഭമായത്. ഡി രാജ CPI ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടതു പാർട്ടികൾ കൂടുതൽ ശക്തിപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. കാരണം നിലവിൽ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് മോദി സർക്കാരിൻ്റെ കീഴിൽ വലിയ ഫാസിസത്തിലേക്ക് പോകുന്നു. ഫാസിസ്റ്റ് ശക്തികൾ അത് കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതു പാർട്ടികളുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാകണമെന്നും അത്തരത്തിൽ ശക്തിപ്പെടണമെന്നതുമാണ് ഡി രാജ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് മോദി സർക്കാർ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നവർക്കൊപ്പമാണ് നിൽക്കുന്നത്. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള എല്ലാ സഹായവുമാണ് മോദി സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. മറുഭാഗത്ത് അടിസ്ഥാന വിഭാഗങ്ങളെ, ദളിത് വിഭാഗങ്ങളെ, സ്ത്രീകളെ, അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു സമീപനം കൂടി മോദി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസും ശ്രദ്ധേയമാകുന്നതെന്നും നിർണായകമാകുന്നതെന്നും ഇടത് പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിക്കുക, കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമെന്നതാണ് ഡി രാജ ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷം CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. MA ബേബി കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ മോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ തന്നെയാണ് നേരിടുന്നത്. അത് അടിസ്ഥാന വിഭാഗങ്ങളിൽ തന്നെയാണ് മോദി സർക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇടത് പാർട്ടികളുടെ ശക്തി കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടേണ്ടതെന്നും കൂടുതൽ സമരങ്ങളിലേക്ക് പോകണമെന്നും അതോടൊപ്പം തന്നെ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയം എത്തിക്കാൻ കഴിയണമെന്നതുമാണ് MA ബേബി കൂട്ടിച്ചേർത്തതാണ്.